കേക്കച്ചനു പിന്നിൽ കർണാടക ലോബിയും റോബർട്ട് വദ്രയും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് മിഷൻ 60യുടെ 40ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 40 ദിവസം പിന്നിട്ടിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ അദ്ദേഹത്തിൻ്റെ തിരികെ എടുത്ത പദവികൾ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്ത ആ നടപടിയിലും ഇവർ യാതൊരു തീരുമാനവും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. ഇതിനിടയിൽ തിടുക്കപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കുവാനുള്ള പദ്ധതികളും അണിയറയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് പ്രഖ്യാപിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ അപ്രകാരം ഒരു പ്രഖ്യാപനം നടത്തിയാൽ വമ്പിച്ച ജനരോക്ഷമുണ്ടാകും, അത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും എന്ന് ഇവന്മാർക്ക് നന്നായി അറിയാം എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവന്മാർ മിണ്ടാതിരിക്കുന്നത്. അത് അനൗൺസ് ചെയ്യുവാനുള്ള ഒരു അവസരം നോക്കി തക്കം പാർത്തിരിക്കുകയാണ് ഇവർ. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരും കോൺഗ്രസ് പ്രവർത്തകരും ആലോചിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്രകാരം ഒരു ഒതുക്കൽ നടപടി എടുത്ത ഈ ഒതുക്കീസിനെ ആരും ഒന്നും ചെയ്യാത്തത്, ഹൈക്കമാൻഡ് എന്തുകൊണ്ട് ഒരു ആക്ഷൻ എടുക്കുന്നില്ല, അതുപോലെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ എന്ന് പറയുന്നവന്മാർ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ പലരും ചോദിച്ചേക്കാം. വളരെ ഒരു ദുരൂഹതയുണ്ട് ഇവരുടെ ഈ മൗനത്തിൽ. അതിന് കൃത്യമായ ഒരു ഉത്തരം തരുവാനാണ് ഞങ്ങൾ ഇന്ന് ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദേശീയ തലത്തിലും ഇന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കാര്യമായ റോളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇന്ന് സൗത്ത് ഇന്ത്യയിൽ മാത്രമായി ഒതുങ്ങിയ ഒരു പ്രസ്ഥാനമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവർക്ക് ഫണ്ട് ലഭിക്കുവാനുള്ള ഏക സോഴ്സ് എന്ന് പറയുന്നത് കർണാടക എന്ന ഒരു സംസ്ഥാനം മാത്രമാണ്. ആ കർണാടകവും കേന്ദ്രവുമാണ് ഇന്ന് ഈ കോൺഗ്രസിന്റെ ഒരു അഡ്രസ് അല്ലെങ്കിൽ മേൽവിലാസം എന്ന് പറയാം. ഇന്ന് കോൺഗ്രസിനെ നമ്മൾ ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുമ്പോൾ, പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ അതിനൊരു വിലയുണ്ടായിരുന്നു. ഇന്ന് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഏതാനും ചില വ്യക്തികളിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. നമുക്കറിയാം, കോൺഗ്രസിന്റെ ഈ അധ്യക്ഷ പദവി, നമ്മൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് ഒരു മരവാഴയെ ഇരുത്തിയിരിക്കുന്നു, മരപ്പാവെ ഒരു അരമനക്കുണ്ടനെ ഇരുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ എന്താണ് അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കണം. മല്ലികാർജുൻ ഖാർഗെ എന്ന ഒരു കളിപ്പാവെ ഇരുത്തി കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ്. അദ്ദേഹം എവിടുന്നാണ്? കർണാടകയിൽ നിന്നും. ഇന്ന് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ശരിക്കും ഈ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്നത്, ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് ആ കർണാടക ലോബിയാണ്. കർണാടക ലോബി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മല്ലികാർജുൻ ഖാർഗെ അവിടുന്നാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മരുമകൻ രാധാകൃഷ്ണ ദൊഡ്ഡാമണി MP ആണ്. അതുപോലെ കർണാടക മന്ത്രിയായ മലയാളിയായ കോട്ടയം സ്വദേശിയായ KJ ജോർജ്, അതുപോലെ MLA-യും വ്യവസായിയുമായ NA ഹാരിസ്, ഇവരൊക്കെ ചേർന്ന ഒരു ലോബിയാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്നത്. അതുപോലെ ഇവർക്ക് കേരളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യവുമുണ്ട്. ഇവർക്കെല്ലാം, ഈ പറഞ്ഞ നേതാക്കന്മാർക്കെല്ലാം ഇവിടെ വമ്പിച്ച ബിനാമി ഇടപാടുകളുണ്ട്, ബിസിനസ്സുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചോളം ഇവർക്ക് കൃത്യമായ ഒരു ബിസിനസ് പ്ലാനുമുണ്ട്. വരുന്ന തവണ മന്ത്രിസഭ രൂപീകരിക്കുവാനായാൽ അതെങ്ങനെ വേണം, അത് ആർക്കൊക്കെ വേണം, ആരൊക്കെ ഉണ്ടാവണം, ആരൊക്കെ ഇല്ലാതിരിക്കണം എന്നിവർ കൃത്യമായി ഇവർക്ക് അജണ്ടയുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ചിലരെ ഇല്ലാതാക്കുവാനും ചിലരെ ചില സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുവാനും ഒക്കെ ശ്രമിച്ചത്. ഈ കർണാടക ലോബിയുമായി വമ്പിച്ച ബിസിനസ് ബന്ധമുള്ള, വമ്പിച്ച ബിനാമി ഇടപാടുകളുള്ള ഒരു വ്യക്തിയാണ് ആന്റണി MP. ഇദ്ദേഹത്തെ സംബന്ധിച്ചോളം KPCC അധ്യക്ഷ പദവിയിൽ കൊണ്ടിരുത്തുവാൻ വൻപിച്ച ശ്രമങ്ങൾ അണിയറയിൽ നടക്കുകയുണ്ടായി. അതിന് ചരട് വലിച്ചത് മറ്റാരുമല്ല, നമ്മുടെ കേക്കച്ചനാണ്. കേക്കച്ചൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ആന്റണിയെ KPCC അധ്യക്ഷനാക്കുക. വലിയ ജാതിമത സഭവാക്യങ്ങളൊക്കെ പറഞ്ഞാണ് കൊണ്ടുവരാൻ ശ്രമിച്ചതെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ വമ്പിച്ച അജണ്ടയുണ്ട്. ഇവരുടെ എല്ലാം ഈ കച്ചവട ബന്ധം ചെന്ന് അവസാനിക്കുന്നത് റോബർട്ട് വാദ്ര എന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിലേക്കാണ്. ഈ റോബർട്ട് വാദ്ര, അതുപോലെ തന്നെ കുന്നംകുളം തമ്പി എന്നറിയപ്പെടുന്ന കളങ്കിതനായ ബിസിനസ്മാൻ, എറണാകുളം കേന്ദ്രീകരിച്ചുള്ള പിന്നെ ഒരു പ്രമുഖ ബിൽഡറും, അവരുടെ വേണ്ടപ്പെട്ടവർക്ക് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പദവി കോടികൾ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി, ഇവർക്കൊക്കെ വമ്പിച്ച ബിസിനസ് പദ്ധതികളും പല പ്ലാനുകളും വരുന്ന മന്ത്രിസഭയിൽ അവർക്ക് ഏത് വകുപ്പ് കൊടുക്കണമെന്ന് വരെ പ്ലാനിങ് ആയ കാര്യങ്ങളാണ്. ഇതിനൊക്കെ വിഘാതം നിൽക്കുന്ന പലരെയും വെട്ടിനിരത്തേണ്ടുന്നത് ഇവരുടെ ആവശ്യമാണ്. അതുകൊണ്ട്
കേക്കച്ചനെ സംരക്ഷിക്കുന്ന ഈ ശക്തികൾ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കൂട്ടരാണ്. ഈ കർണാടക ലോബിയും റോബർട്ട് വാദ്രയും അടങ്ങുന്ന ഇവരുടെ ഒരു വലിയ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അവർക്ക് കേരളത്തെ സംബന്ധിച്ചോളം കൃത്യമായ ബിസിനസ് ലക്ഷ്യങ്ങളുണ്ട്. ഡിസംബറിൽ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് ഇവിടെ ഒരു പര്യടനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവർ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധിയെ എന്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രതിഷ്ഠിച്ചുകൂടാ എന്നുള്ള ചർച്ചകൾ വരെ ഒരു സൈഡിൽ പുരോഗമിക്കുന്നുണ്ടെന്ന് ITV ന്യൂസ് നേരത്തെ പറഞ്ഞിരുന്നു. ഇവരുടെ എല്ലാം ശക്തി കൊണ്ടാണ് ഈ നെട്ടൂർ സതീശൻ എന്ന ഈ കേക്കച്ചൻ ഇത്രയും കടന്ന് കൂന്തു വിളയാടുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇയാൾക്കുടെ ശക്തി, ഇയാളുടെ പിൻബലം എന്ന് പറയുന്നത് ഇത്തരക്കാരാണ്. അന്നേരം ഇവർക്ക് കൃത്യമായ ബിസിനസ് ലക്ഷ്യങ്ങളുണ്ട്. ഇവിടെ KPCC എന്ന് പറയുന്ന ആ ഒരു ബോഡിക്ക് അല്ലെങ്കിൽ അതിൻ്റെ അധ്യക്ഷനൊന്നും യാതൊരു വിലയുമില്ല. ഈ കർണാടക ലോബി, കേരളത്തിൽ കൃത്യമായ ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ള, കൃത്യമായ ലക്ഷ്യങ്ങളുള്ള ഇവരാണ് നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവരുടെ പണമാണ്. നമുക്കറിയാം 10 കൊല്ലമായി ചൊറിയും കുത്തിയിരിക്കുകയാണ് പ്രതിപക്ഷത്ത്. ഇവരുടെ ഫണ്ട് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഫണ്ടുകൾ വരുന്നത് കർണാടകയിൽ നിന്നാണ്. ആ കർണാടകയിൽ നിന്നുള്ള ഇവരുടെ പല ബിസിനസ് ഇൻട്രസ്റ്റുകളും ഈ കേക്കച്ചൻ വഴിയാണ് ഇപ്പോൾ ഇവിടെ ഇടനില നിന്ന് പല പരിപാടികളും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേക്കച്ചനെ സംബന്ധിച്ചോളം ഇവർക്ക് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. മിഷൻ 60യുടെ 40-ാം ദിനം മുതൽ നമ്മൾ മറ്റൊരു ക്യാമ്പയിനിലേക്ക് പോവുകയാണ്. ഈ കോൺഗ്രസ് നേതൃത്വം സ്വാർത്ഥ താല്പര്യ ലക്ഷ്യത്തോടുകൂടി ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന ഇത്തരം ലോബികളെ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ തുറന്നു കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും 20 ദിവസം കൂടി മാത്രമേ മിഷൻ 60യിൽ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു ഈ 60 ദിനം എത്തുമ്പോൾ ഈ കളങ്കിതരുടെ അടിത്തറ നമ്മൾ ഇളക്കും എന്ന് പറയുന്നു. അത് ജനങ്ങൾ വലിയ രീതിയിൽ ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവാണ് ITV ന്യൂസിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഈ പ്രതികരണങ്ങൾ. മിഷൻ 60യുടെ ഈ 60-ാം ദിനം ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ജനങ്ങളുടെ പ്രതികരണം കേൾക്കുക. ഞാൻ മോനച്ചൻ വിളിക്കുന്നത് പറഞ്ഞു. ഇത് മിഷൻ 60യുടെ 40-ാം ദിവസമാണ് ഇന്ന്. നമുക്ക് ഇന്ന് പുതിയൊരു വിപ്ലവം തുടങ്ങണം, ചീമട്ട വിപ്ലവം തന്നെ തുടങ്ങണം. ഞാൻ പറയുന്നത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഇവന്മാരുടെ അച്ചുവിട്ടിയിൽ നിന്നും ശ്രീധരൻ കിട്ടിയ വകയൊന്നും അല്ലല്ലോ ഇത്. ഇവന്മാരെല്ലാം കൂടി കോൺഗ്രസ് നശിപ്പിക്കാനെ കൊണ്ട് തീരെ എഴുതിയെടുപ്പിക്കാൻ ഇവന്മാരെല്ലാം കൂടെ ഇവന്മാരുടെ ഒരുത്തന്റെ അച്ചുവിട്ടിൽ നിന്ന് കിട്ടിയതല്ല. ഇത് കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് തൊട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇത് നശിപ്പിക്കാൻ വേണ്ടി ഇവന്മാർ ഇത്ര എടുത്തിരിക്കുന്ന സമയത്ത് ഇവന്മാർ എന്തുകൊണ്ട് ഇതെല്ലാം നിൽക്കുന്നു എന്നുള്ള കാരണം നമുക്ക് തീർച്ചയായിട്ടും വെളിപ്പെട്ടേ ഒക്കുകയുള്ളൂ. ഇവന്മാർ ഇനി നമ്മുടെ വീടുകളിൽ വന്നു കഴിഞ്ഞാലും, പൊതുവായിട്ട് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പ്രസംഗത്തിന് വന്നു കഴിഞ്ഞാലും, ഒരു പുതുതായിട്ട് സ്വാതന്ത്ര്യ സമരം മാതിരി തന്നെ ഒരു ചീമട്ട വിപ്ലവം തുടങ്ങുക. നല്ല മുട്ടകൾ ആരും ഉപയോഗിക്കരുതെന്ന് ആദ്യമേ പറയുന്നു. ചീമട്ട മാത്രം കരുതി വെച്ചിരിക്കുക. ഇവന്മാരെ ചീമട്ട കൊണ്ട് മാത്രമേ എറിയാവുള്ളൂ. ഒരെണ്ണത്തിനെ അടുപ്പിച്ചേക്കരുത്. ഇവന്മാരെ ചീമട്ട എറിഞ്ഞ് നശിപ്പിക്കുക. ഒരെണ്ണം വെളിയിലിറങ്ങാത്ത രീതി, ഒരെണ്ണം കതറിട്ടുകൊണ്ട് വെളിയിലിറങ്ങാത്ത രീതിയിൽ ഇവന്മാരെ നശിപ്പിക്കുക. ഇവന്മാർ കോൺഗ്രസിനെ നശിപ്പിക്കാൻ ഇവന്മാരുടെ അച്ചുവിട്ടിന് കിട്ടിയ സുഖനത്വമൊന്നും അല്ലത്. ഇത് ജനങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണിത്. കേരളത്തിലെ ജനങ്ങളുടെ ഒരു ആവേശമായത്. ഇത് ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി, പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന ഇവന്മാരെ ഇനിയും വെളിയിലിറങ്ങാത്ത വിധത്തിൽ ചീമട്ട എറിഞ്ഞ് ഓടിക്കുക. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഇവന്മാർ എന്തുവായി കരുതി വെച്ചിരിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് എന്തുവാ ഈ വോട്ട് ചെയ്യാൻ നേരത്ത് ഇവന്മാർ പറയുന്നിടത്ത് പോയി വോട്ട് ചെയ്തിരിക്കുക. ഇവന്മാർ ബാലറ്റ് പേപ്പർ കൈ കിട്ടുന്നുണ്ടെ ഇലക്ഷൻ സമയത്ത് ബട്ടൺ അമർത്തുന്നുണ്ടെ ഇവർ പറയുന്നിടത്ത് തന്നെ ബട്ടൺ അമർത്തണം. ഇവന്മാരുടെ കൂലിപ്പെട്ടാളെ വന്ന് നടക്കുന്നത് അല്ലല്ലോ. ഇവന്മാര് ചെയ്യുന്ന അതിക്രമത്തിനോട് ജനങ്ങളോട് പറയുക. ജനങ്ങൾ തീർച്ചയായിട്ടും എപ്പോൾ ചീമട്ട കരുതിയിരിക്കുക. ഇവന്മാരെ എവിടെ കണ്ടാലും ചീമട്ട എറിഞ്ഞ് ഓടിക്കുക. ചീമട്ട വിപ്ലവം തുടങ്ങുക പുതുതായിട്ട്. അത് ഹെഡിങ് തന്നെ ചീമട്ട വിപ്ലവം തന്നെ കൊടുത്തു. സ്വാതന്ത്ര്യ സമരം മാതിരി ചീമട്ട വിപ്ലവം നമുക്ക് തുടങ്ങിയേ ഒക്കുള്ളൂ. അതിനേറ്റവും മുന്നിൽ നിൽക്കാനെ കൊണ്ട് നമ്മളെല്ലാവരും കൂട്ടത്തിൽ അമ്മ പെങ്ങന്മാരെല്ലാവരും കാര്യമായിട്ടത് നാളത്തെ കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിക്കുന്ന പരിപാടി നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നാളെ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്ന ഒരു പരിപാടി ഏറ്റെടുത്തിരിക്കുന്നത്. ഈ 2-3 റോമാരെയും കിളവികളെ ഇവന്മാരെയൊക്കെ അതുപോലെ തന്നെ KPCC ചണ്ണിക്കുട്ടിനെയൊക്കെ പറഞ്ഞ് വീട്ടിവിടെ ഇതൊക്കെ എന്തോരം കയറിയിരിക്കുക. ആ സുധാകരൻ ആവുമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ പറ വന്ന് കസേര തിരിച്ചു പിടിച്ച് വന്നിരിക്കാൻ പറ. അതുപോലെ രാഹുൽ ഗാന്ധി ഇതൊന്ന് അറിയിക്കാനെ കൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ മെയ്ഡേ മെസ്സേജ് ഒന്നുകൂടെ ഷെയർ ചെയ്ത് സാറേ. അതാണ് ഹിന്ദിയിൽ അതിൻ്റെ പേര് മനസ്സിലായിട്ടില്ല. അത് ഹിന്ദിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളികൾ ആരും കേൾക്കുന്നില്ല. അവർ ഇംഗ്ലീഷിലാണെന്ന് പറഞ്ഞിരിക്കാൻ അതൊന്നും ചെയ്യുക. ഇത് ഭയങ്കരമായ ഒരു കേരളത്തിൽ നടക്കുന്ന ഒരു ഭയങ്കര കഷ്ടത പിടിച്ചൊരു പുതുതായ തലമുറയെ മൊത്തം നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇവന്മാർ മൊത്തം കാണിക്കുന്നത്. ഇതിന്റെ അത് കണ്ടില്ലേ, വീണ ജോർജിന് ആയിട്ട് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് പറയുന്നത് കേട്ടില്ലേ? അന്ന് വീണ ജോർജ് ഇവനെയായിരുന്നു എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് പറയാൻ വേണ്ടി. ഹരിത MLA-മാരുമായിട്ട് അന്നത്തെ പിന്നെ വീഡിയോകൾ പലതും പണ്ടുണ്ടായിരുന്നു. ഇപ്പം
നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. സാറേ, ഞാൻ രാഹുലിന്റെ കാര്യം പറയാനായിട്ടാണ് വിളിച്ചത്. പേരും സ്ഥലവും കൂടെ പറഞ്ഞിട്ട് പറഞ്ഞു. എന്റെ പേര് ശ്യാമള, സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്, എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നത് സാർ, ഇത് VD സതീശൻ മാത്രമല്ല സാർ ഇതിന്റെ തെറ്റുകാരെന്ന് പറയുന്നത്. ഈ നേതൃത്വം എന്താ സാർ മിണ്ടാതിരിക്കണത്? പിന്നെ 40-45 വർഷം കൂടെ പ്രവർത്തിച്ച് സഹകരിച്ച ഒരു സഹപ്രവർത്തകൻ ഇതാണ് രാജേന്ദ്ര പ്രസാദ് ഇല്ലേ? അദ്ദേഹം വന്നിരുന്നു, പിന്നെ ഒരു മാം വന്നിരുന്നു ഒക്കെ അവരുടെ കാര്യങ്ങളെല്ലാം ഇത്രയും കൃത്യമായിട്ട് ഇത്ര തെളിവുകളോടുകൂടി പറഞ്ഞിട്ട് പോലും ഈ നേതൃത്വത്തിന് ചെവിയാക്കാൻ വയ്യേ? ഈ നേതൃത്വ നിരയിൽപ്പെട്ട ആർക്കെങ്കിലും പ്രതികരിച്ചൂടെ? ഇവൻ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൂടെ? അവരല്ലേ ഇവനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ളത്? സ്വയം ഒഴിഞ്ഞു പോവാത്തവനെ എന്തുകൊണ്ട് മാറ്റുന്നില്ല? ഇവ രാവിലെ നിയമസഭയിൽ വന്നിരുന്നു ഒരഭിപ്രായം പറയും, ഉച്ചയ്ക്കാവുമ്പോഴത്തേക്ക് അവൻ അത് മാറ്റി പറയും, പിറ്റേന്നാവുമ്പോഴത്തേക്ക് അവൻ പറയും ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പൊ ഇതെന്തോന്ന് സാറേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ പോലെയുള്ള എല്ലാ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ. ജനങ്ങൾ വോട്ട് കൊടുത്ത് ഇവര് മന്ത്രിസഭയിലും കേന്ദ്രത്തിലും ഒക്കെ കയറി ഇരുന്നിട്ട് ഇവരെന്തോന്ന് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഇത് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന പ്രവൃത്തിയല്ലേ ഇവര് ഈ കാണിക്കുന്ന. കണ്ടോണ്ടിരിക്കുന്ന ഞങ്ങൾക്കൊന്നും ഇത് സഹിക്കാൻ വയ്യല്ല. പിന്നെ എന്തുകൊണ്ട് ഇവരാരും ഇത് പ്രതികരിക്കുന്നില്ല? അവന് ഉത്തമം ഈ കാക്കച്ചൻ എന്ന് പറയുന്ന ഇവൻ തലമുടിയിലും കുറെ കറുത്ത പെയിന്റ് കോരി ഒഴിച്ച്, അവന്റെ മീശയിലും കുറെ പെയിന്റ് കോരി ഒഴിച്ച്, മുഖത്ത് കുറെ പുട്ടിയും ഇട്ട്, അവൻ കഞ്ഞിപ്പശ മുക്കിയ മുണ്ടുടുപ്പും എടുത്തിട്ട് അവൻ വന്നിരുന്ന് അവൻ ഈ പോക്കർത്തനങ്ങൾ എത്രയും ജനങ്ങളെടുത്ത് കാണിക്കുകയും പറയുകയും ചെയ്യണത് ഇത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതല്ലേ? ഒരു 10-35 വയസ്സ് പ്രായമുള്ള ഒരു പയ്യനെ അവന്റെ ഉത്തമ ബോധ്യത്തിലാണ്. അവനൊരു ചോദ്യമില്ല, ഒരു പറച്ചിലില്ല, ഒരു കമ്മിറ്റി കൂടലില്ല, ആരെ അറിയിക്കലില്ല. അവന് തോന്നിയപ്പോ തന്നെ അവനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി. ഇത്രയും ബോധ്യത്തിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലും വന്നിരുന്ന് 40 അതിലധികം വർഷങ്ങളും കൂടെ പ്രവർത്തിച്ച് സഹകരിച്ചവര് തെളിവ് സഹിതം അവരോരോന്ന് നിരത്തുന്നു. എന്നിട്ട് ഇത് ആർക്കും ബോധ്യപ്പെടുന്നില്ലേ? ഇവന്റെ നേതൃത്വ നിരയിലുള്ളവരൊക്കെ ആർക്കും ഇത് ബോധ്യപ്പെടാത്തത് എന്ത്? ആരും ഒന്നും മിണ്ടാതിരിക്കുന്നതിന്റെ കാര്യം എന്ത്? ഇവനെ ഇത്രയധികം ഭയപ്പെടാൻ ഇവൻ ആര്? അപ്പൊ എനിക്ക് ഞാൻ ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ VD സതീശൻ മാത്രമല്ല ഇതിന്റെ തെറ്റുകാരി. ഹലോ, VD സതീശൻ മാത്രമല്ല ഇതിന്റെ തെറ്റുകാരി. ഈ നേതൃത്വ നിരയിലുള്ളവരാണ് അതിനേക്കാൾ ഫ്രോഡുകൾ. അതുകൊണ്ടാണല്ലോ ഇവൻ ഇരുന്ന് ഈ കസേര കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കും. ഇവൻ ഇനി ഒരു സെക്കൻഡ് ഈ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണ്? ഒരു സെക്കൻഡ് ഇവൻ എന്താണെന്നും പറഞ്ഞ് അവന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയ പിന്നെ സ്ഥാനമാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറഞ്ഞ് അവൻ കയറി അവിടെ ഇരിക്കേണ്ട കാര്യം തോന്നും? ഇവൻ വെച്ചൊഴിഞ്ഞു പോയില്ലെങ്കിൽ അവനെ ചവിട്ടി തള്ളിയിടണം. ഇവന് അതല്ലേ ചെയ്യാനുള്ളത്? ഇവനെ ചവിട്ടി തള്ളിയിടാത്തത് എന്തായാലും? ഞങ്ങൾക്കൊക്കെ ഇത് കണ്ടിട്ട് സങ്കടമെന്ന് വരുന്നത് സാറേ. പിന്നെ നേരത്തെ ഒരു ഇതിൽ ഞാൻ കണ്ടായിരുന്നു, ITIയിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയെ തകർക്കാനാണോ ITI ശ്രമിക്കുന്നതെന്നോ. കോൺഗ്രസ് പാർട്ടി തകർക്കാനല്ല, കോൺഗ്രസ് പാർട്ടി നിലനിൽക്കണം. ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് അതാണ്. അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ പ്രതികരിക്കുന്നത്. ഈ കണക്കിന് പോവുകയാണെങ്കിൽ കോൺഗ്രസ് എന്നുള്ള ഒരു പാർട്ടി ഉന്മൂലനം ചെയ്യപ്പെടുകയാണ് ചെയ്യണത്. അത് പാടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, നെഹ്റു ഭരിച്ച കോൺഗ്രസ് പാർട്ടി, ഇന്ദിരാഗാന്ധി ഭരിച്ച കോൺഗ്രസ് പാർട്ടി, അതുപോലെ തുടരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ വിധം പ്രതികരിക്കുന്നത്. അല്ലാതെ കോൺഗ്രസിനെ തകർക്കാനല്ല. കോൺഗ്രസ് തകരുകയാണെങ്കിൽ നമുക്കൊക്കെ വിചാരിച്ചാൽ പോരെ? അവനൊക്കെ എന്തരാ ചെയ്തോണ്ട് പോട്ട്, അവനൊക്കെ എന്തൊരു ചെയ്തോണ്ടാവട്ടെ. നമുക്കെന്ത്? ആര് വന്നാലെന്ത്, ആര് പോയാലെന്ത്? നമ്മൾ കഷ്ടപ്പെട്ടാലേ നമ്മളെ മക്കൾ കഷ്ടപ്പെട്ടാലേ നമ്മൾ കഷ്ടപ്പെട്ടാലേ നമ്മളെ കുടുംബം പുലർന്നു പോകൂ എന്ന് വിചാരിച്ച് നമുക്കൊക്കെ മിണ്ടാതിരുന്നൂടെ? അപ്പൊ അതല്ല ഞങ്ങളൊക്കെ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ ഈ പിണറായിയുടെ ദുഷിച്ച ഭരണം 9-9.5 വർഷം കൊണ്ട് 9.25 വർഷം കൊണ്ട് ഇവന്റെ കാടത്ത ഭരണത്തില് സഹിക്കട്ട ജനങ്ങള് ഇനി ഇവനൊക്കെ വരരുത്. കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ പെൺകൊച്ചുങ്ങളെങ്കിലും വീട്ടിൽ വെച്ച് കിടത്തി നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റൂ. അതിന് നമ്മളെ എത്ര ഇതായെന്ന് പറഞ്ഞാലും എത്ര സുരക്ഷിതത്വം ഇല്ലാത്തതാണെങ്കിലും ഒരു മാട അല്ലെങ്കിൽ ഒരു കുടില്, അതാണ് നമുക്ക് നമ്മളെ പെൺകുട്ടികളെ വെച്ച് കിടന്ന് ഉറങ്ങാനായിട്ട് നമുക്ക്
സേഫ്റ്റി ആയ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അവിടെ ഇപ്പൊ അച്ഛന്റെ അടുത്ത് മകളെ വെച്ച് കിടത്താൻ പറ്റൂല, സഹോദരന്റെ അടുത്ത് സഹോദരി വെച്ച് കിടത്താൻ പറ്റൂല, അമ്മാവന്റെ അടുത്ത് മരുമകളെ നിർത്തിയിട്ട് പോകാൻ പറ്റൂല. അങ്ങനെ ഉള്ള ദുഷിച്ച ഭരണം ഈ കൊള്ളരുതായ്മ കാണിക്കുന്നവന് ഒരുത്തനെങ്കിലും ഒരു തക്കതായ ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ കേരളത്തിൽ ഇമാതിരി ഇവന്റെ ഈ 9.5 വർഷത്തെ ഭരണത്തിലല്ലേ ഇത്രയും ദുഷിച്ച കാര്യങ്ങൾ. എത്ര അച്ഛനാണ് അവനെ ഏത് പറയുമ്പോഴും അവൻ പറയും ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. ഇന്ന് 100 വീടുകൾ എടുക്കുകയാണെങ്കിൽ ഒരു 10 വീട്ടിലെങ്കിലും അച്ഛൻ മകളെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയാണ്. ഇതെന്താണ് കാരണം? ഇവന് പണം കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ ചെയ്യണ വേലകളെന്ന് പറഞ്ഞാൽ മുക്കിന് ബിവറേജ് കൊണ്ടുവയ്പ്പ്, മുക്കിന് ഷാപ്പ് കൊണ്ടുവയ്പ്പ്, പിന്നെ കഞ്ചാവ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്നും എല്ലാം കഞ്ചാവ് ഇങ്ങോട്ട് കടത്തിവിടും. ഈ കഞ്ചാവ് കച്ചവടം ചെയ്യണ പിള്ളേർക്ക് കഞ്ചാവോട് കൂടി പിടിച്ചു കഴിഞ്ഞാൽ ഒരു ശിക്ഷയില്ല, അവരെ സ്വന്തം ജാമ്യത്തിൽ അവരെ ഇറക്കി വിടും. അപ്പൊ ഇതെല്ലാം തിന്നും കുടിച്ചൊന്നും തലയ്ക്ക് ചെറുത്തമില്ലാതെയാണ് അമ്മയെന്നില്ല, സഹോദരിയെന്നില്ല, മകളെന്നില്ലാതെ ഈ വിധം വൃത്തികേടുകൾ. പിന്നെ ഉള്ള കാര്യങ്ങളൊന്നും പറയണ്ട. അപ്പൊ ആ വിധത്തിൽ ഇവന്റെ ഭരണത്തിൽ ഇവനെ ഈ വിജയനെന്ന് പറയുന്ന തെമ്മാടി അവനെ ഇരട്ടച്ചഞ്ചൻ എന്ന് വിളിക്കണ അവന് ഒരു പേട്ട് ജങ്ക് പോലും ഇല്ലാത്ത ഈ വെറിവുണ്ട അവനെ ഈ രാഷ്ട്രീയക്കാരന്റെ ഭരണം മടുത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് വിചാരിച്ചാണ് നമ്മളെല്ലാം ഇതുപോലെ പ്രതികരിക്കുന്നത്. ചുറുചുറുക്കുള്ള ആമ്പിള്ളേര് വരട്ടെ, എത്രയോ നല്ല ആൺകൊച്ചുങ്ങൾ കിടക്കുന്നു. രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ, ഷിൻഡോ ജോൺ, അബിവർക്കി, ചാണ്ടി ഉമ്മ, വിഷ്ണുനാഥ്, ഇങ്ങനെ കുറേ കൊച്ചുങ്ങളുണ്ട്. ഇവനെയൊക്കെ ഇവനെ കസേരന്ന് വലിച്ചെടുത്തവനെ ഇറങ്ങിയിട്ട് ആ സ്ഥാനത്ത് മാത്യു കുഴൽനാടനെ കൊണ്ടിരുത്താത്തതെന്ത്? അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിനെ കൊണ്ടിരുത്താത്തതെന്ത്? അതല്ലെങ്കിൽ വിഷ്ണുനാഥിനെ കൊണ്ടിരുത്താത്ത ഇവന്റെ അമ്മച്ചിക്ക് സ്ത്രീധനം കിട്ടിയതാണ് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനം. ഇവൻ ഒഴിയാത്തതെന്ത്? ഇവൻ എത്ര അച്ഛനുണ്ട്? ഇവൻ തന്തയ്ക്ക് പറഞ്ഞവനല്ലേ? ഇവനെ ഇനി ഇതിൽ കൂടുതൽ നമ്മൾ എന്തെന്ന് പറയാനാണ്? ഒരു കൊച്ചു ചെറുക്കന്റെ കാര്യത്തിന് മാത്രമേ ഇവന് ബോധ്യമുള്ള. ഇത്രയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പറവൂര് ഇവന്റെ സ്ഥലത്തുള്ള ഒരു സ്ത്രീ വന്ന് പച്ചയായിട്ട് കാര്യങ്ങൾ പറഞ്ഞല്ല, അതെല്ലാം നമ്മുടെയൊക്കെ ഫോണുകളിൽ ആ ക്ലിപ്പ് കിടക്കുകയില്ലേ? ഇപ്പൊ ഇതൊന്നും കണ്ടിട്ട് നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് ഒന്നും തോന്നണില്ലേ? ഇനി പറയാനുള്ളത് സാറേ, നേതൃസ്ഥാനത്തിരിക്കുന്നവരെ വേണം പറയാനുള്ളത്. ഈ വിധത്തിൽ പോവുകയാണെങ്കിൽ ഈ കോൺഗ്രസ് ഇവനൊറ്റ ഒരുത്തം കാരണം കോൺഗ്രസ് പടലം തളർന്ന് മൂടോടെ പിഴുത് വീഴും. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. ഇനി കോൺഗ്രസ് പാർട്ടിക്ക് ഈ രാഹുൽ മാങ്കുട്ടത്തിന് സസ്പെൻഡ് ചെയ്ത് വീണ്ടെടുത്ത് അവനെ നഷ്ടപ്പെടുത്തിയ സ്ഥാനമാനങ്ങൾ കൊടുത്ത് ഉന്നത സ്ഥാനം കൊടുത്ത് കൊച്ചു പിള്ളേരെയൊക്കെ നേതൃനിരയിൽ കൊണ്ടുവരാത്ത പക്ഷം ഒരൊറ്റ മനുഷ്യര് കോൺഗ്രസിന് വോട്ട് ചെയ്യില്ലേ സാറേ? ഹലോ സാറേ, ഞാൻ തീരദേശത്തു നിന്നാണേ. ആരാ വിളിക്കുന്നേ? നിർമ്മല എന്നാണ് എന്റെ പേര്. സ്ഥലം വലിയതുറ. പിന്നെ സാറേ, ഈ സതീശന് മുകളിൽ ആരുമില്ലേ അയാളെ നിയന്ത്രിക്കാൻ? ഞാൻ സാറിനോടാണ് ചോദിക്കുന്നത്, ഇത് സീക്രട്ട് ആയിരിക്കണം, എന്റെ മനസ്സിൽ തോന്നിയതാണ്. സതീശ് സാറിനെ നിയന്ത്രിക്കാൻ ആരുമില്ലേ? ഇത് ഹൈക്കമാൻഡ് ഇങ്ങനെയൊക്കെ പറയില്ല. എനിക്ക് രാഷ്ട്രീയം അറിയില്ല സാറേ, ഞാൻ അടുക്കളക്കാരിയാണ്. അപ്പൊ അയാളെ നിയന്ത്രിക്കാൻ ആരുമില്ലേ? ഈ മാങ്കൂട്ടത്തിനൊരു തീരുമാനം ഉണ്ടാവില്ലേ? അവർക്ക് ചില കൃത്യമായ ലക്ഷ്യങ്ങളും ഉണ്ട്, അവർക്കൊരു അജണ്ടയുണ്ട്, അതനുസരിച്ച് അവർ പോകുന്നു. അപ്പൊ പിന്നെ കോൺഗ്രസ് ഇങ്ങനെ പോയാൽ ഇതിന്റെ ഭാവി അവർക്ക് കോൺഗ്രസിന്റെ ഭാവി ആർക്കും അറിയേണ്ടെന്ന്, അവർക്ക് അവരുടെ കാര്യം നോക്കിയാൽ പോരെ. കോൺഗ്രസ് ആയിരുന്നാൽ എന്ത്? പിന്നെ എന്ത് കോൺഗ്രസ് സാറേ, ഇത് ഹൈക്കമാൻഡ് ഇടപെടുന്നില്ല. എന്തോ ഹൈക്കമാൻഡ്? ഒരു കമാൻഡും ഇല്ല ഇപ്പം. കമാൻഡൊക്കെ പോയി. ഇപ്പൊ കർണാടകത്തിലിരിക്കുന്ന കുറെ അണ്ണന്മാരാണ് തീരുമാനിക്കുന്നത്. അപ്പൊ സതീശൻ സാറിന്റെ കയ്യിൽ തന്നെ അല്ലേ? സതീശൻ അവരുടെ കയ്യിലെ ചട്ടുകമാണ്. കർണാടകയിലിരിക്കുന്ന ചില അണ്ണന്മാരുണ്ട്, അവന്മാരാണ് ഇപ്പം ഹൈക്കമാൻഡും ലോ കമാൻഡും കേരളത്തിലെ കമാൻഡും എല്ലാം. അവന്മാരാണ് ഇവന്മാർക്ക് വട്ടച്ചെലവിന് കൊടുക്കുന്നത്, വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ. ഓക്കെ. അപ്പൊ സാറിന്റെ സംസാരം കേട്ടപ്പോ ഇപ്പൊ എനിക്ക് മനസ്സിലായെന്തെന്നറിയാമോ? 3ാം സർക്കാരും വരും, നമ്മുടെ കഷ്ടം നമുക്ക് ഇത് തന്നെയാണ്. അതിന് ഇവന്മാര് അടങ്കല്
എടുത്തെങ്കിൽ കോൺഗ്രസിനെ നശിപ്പിക്കുകയും അടുത്ത പ്രാവശ്യം ഭരണത്തിൽ വരാതിരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം. ആ അപ്പൊ അത് ഒരു കാര്യം ഉറപ്പായി, കോൺഗ്രസിന്റെ കാര്യം ഉറപ്പായി. അതിനുള്ള കളിയാ ഇവന്മാർ കളിക്കുന്നത്. ജനങ്ങൾ റെഡിയാ, ജനങ്ങൾ ഇവന്മാർ റെഡി. കോൺഗ്രസിനെ ഭരണത്തിൽ ഏറ്റാൻ റെഡിയായിരുന്നു. പക്ഷെ ഇവന്മാര് കണ്ണന്തിരിവ് കാണിച്ച് ഇവന്മാരതായിട്ട് അത് വേണ്ടെന്ന് നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഇത് തന്നെ. ശരി സാറേ. സാറേ ഞാൻ വിളിച്ച നേരത്തെ തൊട്ട് ഞാനിത് ട്രൈ ചെയ്താ സാറേ. കാര്യം എന്താന്ന് പറയുന്നത്, നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കേട്ട് ഇവരൊക്കെ ഇതിലും വലിയ പീഡന കേസും എല്ലാം ഉണ്ടായത് ഈ സിനിമാ നടന്മാര് രണ്ടുപേരും സിനിമാ നടന്മാരും. ഒന്ന് ഇവിടെ കൊട്ടാരക്കര മോനും, ഒന്ന് നമ്മുടെ അവന്റെ പേരെന്ത് വന്നു, മുകേഷോ? മുകേഷ്. ഇവരൊക്കെ ഈ മക്കളെ ഉണ്ടാക്കി അവർക്ക് അവർ കല്യാണം കഴിച്ച് മക്കളും ഉണ്ടാക്കി വേറെ വ്യഭിചാരത്തിന് പോയി അതിലും മക്കളുണ്ടായിട്ട് ഇവർക്ക് ഈ പാർട്ടിക്ക് യാതൊരു പ്രശ്നമില്ല. ഇല്ലേ? ഈ പാർട്ടിക്ക് യാതൊരു പ്രശ്നമില്ല. ഈ പാർട്ടിക്കാർ പറയുന്നത് എന്തുവാ, അവരെല്ലാം ചെയ്ത് ഈ 9 വർഷം 10ാമത്തെ വർഷത്തിലോട്ട് കടക്കുന്നു. ഇവരെന്ത് ഇവിടുത്തെ പാവപ്പെട്ടവർക്കോ അല്ല ഇവിടുത്തെ ജനങ്ങൾക്കോ അല്ലെ തൊഴിലുറപ്പുകാർക്കോ അല്ലെങ്കിൽ ആശാപ്രവർത്തകർക്കോ എന്തിവർ ചെയ്ത്, ഇവർ ചെയ്യുന്നതെല്ലാം അവരുടെ കുടുംബത്തിനൊക്കെ വേണ്ടി. കാര്യം അവർ അതായത് ഒരു ഭാഷ പറയുമല്ലോ, പുറമേ ഉള്ളവർക്ക് ആർക്കും ഇല്ല, അകത്തുള്ളവർക്ക് മാത്രം. അതായത് ഇവരുടെ വീട്ടുകാർക്കും അവരുടെ ബന്ധത്തിൽപ്പെട്ടവർക്കും മാത്രം ഉള്ള നിഗമനങ്ങളെല്ലാം നടത്തുക. ഇവിടുത്തെ PhD എഴുതി എന്ന് മാത്രം MA MEd MA എല്ലാം എടുത്തവരും ഉണ്ട്. അവർക്കാർക്കും ഇന്നും അവരൊക്കെ ഇപ്പം കൂലിവേല ചെയ്ത് നടക്കുക. അവരുടെയൊക്കെ തന്തമാർ എന്നും മാത്രം കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അവർക്ക് ജോലി കൊടുക്കാതെ വേറെ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് ഈ ഇടതുപക്ഷം എന്തിന് ഇവിടെ ഭരിക്കുന്നു? ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് തന്നെ ഒരു നാണക്കേടായിപ്പോയി ഇവിടെ. അതായത് ഈ പിണറായിയെ പോലെ നാറി ഇവനൊക്കെ എന്തിനീ ഇവിടെ ഇതിനെ കയറ്റി നിർത്തിയിരിക്കുന്നു? എന്തിന് ഇത് ഈ കമ്മ്യൂണിസം പറഞ്ഞ് നടക്കുന്ന ഈ തെണ്ടികളുള്ളത് ഇവരെങ്കിലും മനസ്സിലാക്കണ്ടേ? ഇവരുടെയൊക്കെ ചെറിയ തേച്ചു കൊടുക്കും, എന്നിട്ട് നുണഞ്ഞുണങ്ങ് നടക്കും. നമുക്ക് അത്ര കണ്ട് രോഷമായി ഒരു പാവപ്പെട്ട കൊച്ചൻ അവന്റെ പേരിൽ എന്തെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഏതോ ഒരു പെണ്ണ് പറയുന്നെന്നും പറഞ്ഞ് ഒരെണ്ണം മീഡിയയിൽ ചർച്ചയായി ഒരു ചേക്കച്ചൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, VD സതീശൻ. അവനാണ് ഈ പാർട്ടി തളർത്തിയത്. അതുപോലെ തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടി തളർത്തിയതും മാർക്സിസ്റ്റ് പാർട്ടിയെ തളർത്തിയത് ഈ പിണറായിയാണ്. അതായത് VS അച്യുതാനന്ദനെ ഒരു സൈഡ് കൊണ്ട് ചാരിട്ട് വെച്ച് അയാൾ കനങ്ങാൻ മേലത്തെ രീതിയിലാക്കി എന്ന് പറഞ്ഞ പോലെ ഈ ചേക്കച്ചനും കാണിച്ചല്ല. നല്ലൊരു നേതാവാണ് നമ്മുടെ പേര് സുധാകരൻ സാറ്, കണ്ണൂർ സുധാകരൻ സാർ. ആ പുള്ളിയെ ഇവൻ തേടി ഒരു സ്ഥാനത്ത് വെച്ചു. പിന്നെ നമ്മുടെ പ്രതിരോധ മന്ത്രി ഉണ്ടല്ലോ, ആന്റണി, അയാളെ ഒരു സൈഡിൽ കൊണ്ടുപോയി അയാൾ ചാരി വെച്ചു. ഇവൻ എന്ത് കാണിക്കുക? ഇവൻ ഈ പാർട്ടിക്ക് വേണ്ടി ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു തല്ല് കൊണ്ടിട്ടുണ്ടോ? ഒരു ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഇവൻ ഈ കതറും മാറിയിട്ട് പശ കഴിച്ച് കതറും മാറിയിട്ടുണ്ട് നടക്കുമല്ലേ ഈ കെട്ട നാറി. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ സാറേ, അല്ല വേറൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് അത്ര കണ്ട് സഹിക്കുന്നില്ല. ഈ കോൺഗ്രസ് പാർട്ടിയെ എത്രയും നശിപ്പിച്ച് ഇവൻ പിണറായി പക്ഷമായിട്ട് കൂട്ടുകൂടിയാണ് ഇവൻ ഈ പോകൃത്തരം കാണിക്കുന്നത്. ഇവനൊക്കെ ഇല്ലേ അമ്മയും പെങ്ങന്മാരും അനിയനും ചേട്ടനും ഒക്കെയാണ് ഇല്ലേ? ഇല്ല ഇവനൊക്കെ ഈ പോകൃത്തരം കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? വല്ല ഉണ്ടോ സാറേ? നമ്മളൊക്കെ ഒരു കുടുംബമായിട്ട്, നമ്മൾ പാവപ്പെട്ടവരാണെങ്കിൽ നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് സഹോദരനുണ്ട്, സഹോദരിയുണ്ട്, എല്ലാവരും ഉണ്ട്, അച്ഛനും അമ്മമാരും എല്ലാം ഉണ്ട്, അനന്തരക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ആ ഒരു മാനദണ്ഡം പോലും കാണിക്കാത്ത ഈ തെണ്ടിയൊക്കെ
ഇവനൊക്കെ എന്തിന് ഈ ഭൂമിക്ക് ഭാരമായിട്ട് കിടക്കുന്നത്? ഇവനെയൊക്കെ അത് ഇട്ട് കൊണ്ട് കുഴിച്ചു മൂടണ്ടേ, അല്ലാതെ വേറെ ആരും പാവപ്പെട്ടവനെയൊക്കെ ഈ മാർക്സിസ്റ്റ് ഒരുപാട് കൊല ചെയ്ത് നടത്തുന്നതല്ലേ. ഓക്കെ, വിളിച്ചതിന് സന്തോഷേ. ഓക്കെ, ആ ശരി, ഓക്കെ. ഹലോ, ഞാനിതിപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് എന്ന് വിചാരിച്ചത്, നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മുടെ കേക്കച്ചൻ്റെ ആ ഒരു രീതിയിലൊരു മാറ്റവും വരുന്നില്ലല്ലോ. അതെന്താണെന്നതിനെ കുറിച്ച് ഒരു പിടിയില്ല. ഇവന്മാർ ഇത് തകർത്തിട്ടേ, കോൺഗ്രസിനെ തകർത്തിട്ടേ അടങ്ങത്തോളം എന്നാ തോന്നില്ലേ. ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞ ഈ പരനാറി, അവന് എന്തെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ, രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ അവന് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് അവൻ്റെ ബോധ്യത്തോടു കൂടിയാണ് രാഹുലിൻ്റെ സസ്പെൻഡ് ചെയ്തതെന്നും നടപടിയെടുത്തതെന്നാണല്ലോ അവൻ ഈ മാധ്യമങ്ങളിലൊക്കെ വന്ന് നമ്മളെ അറിയിച്ചത്. അങ്ങനെയുള്ള ആ ആദർശധീരനായ ആ വായി നോക്കി അത്രയും ആദർശമുള്ളവനാണെങ്കിൽ ഈ കേരള നിയമസഭയ്ക്കകത്ത് ഒരു മന്ത്രി, ഒരു ഭക്ഷ്യ വകുപ്പ് മന്ത്രിക്ക് എതിരെ എന്ത് വ്യാജ പ്രചരണമാണ് നടത്തിയത്? നമുക്ക് ഇടതുപക്ഷത്തോട് യോജിപ്പില്ലാത്തവരാണ്. എന്നാൽ ഈ കേക്കച്ചൻ എന്ന് പറഞ്ഞ ഈ പരനാറി, പിന്നെ ആ മനുഷ്യൻ, അയാളൊരു പാവം മനുഷ്യനാണ്. അയാളത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അയാൾ നല്ല രീതിയിൽ പ്രസംഗിച്ചതിന് അഭിനന്ദനം അറിയിക്കുന്നു എന്ന് പറഞ്ഞതിന് ഇയാൾ അവിടെ എഴുന്നേറ്റ് നിന്ന് അയാളുടെ ആ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചായിരുന്നോ? പച്ചക്കള്ളമാണ് വിളിച്ചു പറയുന്നത്. ഈ മന്ത്രി പച്ചക്കള്ളമാണ് പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഞാൻ ദീപശിഖ ദിവസമല്ലല്ലോ, വിളക്കിൽ തിരി കത്തിച്ചതിന് ശേഷം ഞാൻ മിണ്ടാതെ പോയിരുന്നു എന്ന് പറഞ്ഞവൻ പിറ്റേന്ന് രാവിലെ ഒരു ഉളുപ്പുമില്ലാതെ, ഒരു ഉളുപ്പും, ഈ ഉളുപ്പെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇത്രയും ഉളുപ്പില്ലാത്ത ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണിക്കുക. ഒരു ഉടുപ്പുമില്ലാതെ വന്ന് രാവിലെ വന്ന് എഴുന്നേറ്റ് ചെന്നിട്ട് മാപ്പ് പറയും. അവന് രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെങ്കിൽ അവൻ രാജിവെക്കണം, ആ സ്ഥാനം രാജിവെക്കണം. ആ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ആ പദവി രാജിവെക്കണം. അവൻ ധാർമ്മികതയുള്ളവനാ, ഉത്തമ ബോധ്യമുള്ളവൻ. ബോധ്യമുള്ളതെന്ന് വെച്ചാൽ ബോധ്യം എല്ലാവർക്കും വ്യക്തമായില്ലേ? പൊതുജനങ്ങൾക്കും ആ ഇരുന്ന 140 MLA-മാർക്കും ബാക്കിയുള്ള മീഡിയ എല്ലാം, ഈ ലോകത്തുള്ള എല്ലാവർക്കും ബോധ്യമായില്ല ഇവൻ കാണിച്ചത് വെറും തെമ്മാടിത്തരമാണ്. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും കേരളത്തിന്റെ ചരിത്രത്തിൽ, എൻ്റെ അറിവിലോ അതിനു മുമ്പുള്ള അറിവിലോ ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവുണ്ടോ? ഒരു ദിവസം തോന്നിവാസം വിളിച്ചു പറയുക, അടുത്ത ദിവസം വന്ന് മാപ്പ് പറയുക. എന്നിട്ട് ഞാൻ പറഞ്ഞ് 24 വർഷം കൊണ്ട് അവൻ നിയമസഭയിൽ ആരാണ്ട് ചോരച്ചവൻ, എന്തോ ചോരച്ചവൻ? അതിന് 24 വർഷം പോട്ടെ, 24 മണിക്കൂറായി നിയമസഭയിൽ കയറിയിട്ടുള്ളവനാണെങ്കിൽ ആ മാതിരിയുള്ള പരിപാടികൾ നടത്തുമോ? അവൻ എന്തൊക്കെ മറിക്കാനാന്ന് പറഞ്ഞില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ കയറരുതെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ മറിച്ച്? ഇതാണോ മാപ്പ് പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ കേൾക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇവൻ മാങ്കൂട്ടത്തിൽ വരാനുണ്ടെന്ന് പറഞ്ഞത്? ഇവന് രാഷ്ട്രീയ ധാർമ്മികതയോ എന്തെങ്കിലും ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അവൻ ആ പ്രതിപക്ഷ നേതാവെന്നുള്ള സ്ഥാനം രാജിവെക്കണം. അതാണല്ലോ ഞാൻ എല്ലാ സുനിലിന്റെ ന്യൂസിനകത്ത് ഞാൻ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് രാജിവെക്കണം. അയാൾക്ക് ആ സ്ഥാനത്ത് ഇരിക്കാൻ യാതൊരു യോഗ്യതയില്ല. നിയമസഭയിൽ വന്ന് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞിട്ട് പിറ്റേന്ന് വന്ന് മാപ്പ് പറയുക. ഇതെന്ത് സ്കൂളോ കോളേജോ വല്ലതും ആണോ? സ്കൂളും കോളേജും ഇങ്ങനെ പറ്റുമോ? പിന്നെ പിള്ളേർ അവന് നമ്മളെ കോളേജിലായാലും സ്കൂളിലായാലും പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതേമാതിരി തോന്നിവാസം കാണിച്ച് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ ആ സമൂഹത്തിൽ അവനെ എല്ലാവരും ഒരു ഇടിച്ചതാക്കത്തില്ലയോ? എന്നിട്ട് ഇപ്പോഴും അവൻ അങ്ങോട്ട് കറുത്ത മീശയിലും തലയിലും കറുത്ത പെയിന്റും അടിച്ച് കതറും കഞ്ഞിയിട്ട് മുക്കി ഒടിപ്പിച്ച് നടക്കുക. ഇവനെയൊക്കെ കല്ലെറിയാൻ ആളില്ല. ഈ UDF എന്ന് പറയുന്ന മറ്റ് നേതാക്കന്മാർക്ക് അറിഞ്ഞൂടെ? അവർക്കൂടെ നാണക്കേടില്ലേ നിയമസഭയിൽ? ഇവൻ നിയമസഭയിൽ വരുത്തി ഇത്രയും വലിയ നാണക്കേട്. ഇതിന്റെ ഈ രാഹുലിന്റെ അമ്മയുടെ ശാപമാണ് ഇവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കിടക്കുന്നതേ ഉള്ളൂ. പുറത്തു കൊണ്ടുവരണം. ആ കേസുകെട്ടൊക്കെ പുറത്തു കൊണ്ടുവന്ന് നാണിച്ച് പുറത്താക്കണം. എന്താണെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. ഈ ഒക്ടോബർ നവംബർ ലാസ്റ്റോടെ VD സതീശൻ എന്തായാലും പുറത്തു പോകും. അത് എന്താണെങ്കിലും അതേ രീതിയിലാണ് ഇപ്പൊ കോൺഗ്രസിലെ നീക്കങ്ങളെല്ലാം.
മനസ്സിലായോ? അങ്ങനെ തന്നെയാണ് രാഹുൽ ഗാന്ധി നീങ്ങിയിരിക്കുന്നതും AICCയിൽ ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ടറിയാൻ പറ്റും സാറേ, ഉറപ്പാണ്. പിന്നെ പറഞ്ഞ VD സതീഷിന്റെ ഈ കേസ് പുറത്തു കൊണ്ടുവരണം, ജനങ്ങൾ അറിയട്ടെ. മറുപടിയാണ് രാഹുൽ മാഡത്തിന്റെ തിരിച്ചടി നമ്മുടെ VD സതീഷ് കൊടുത്തിരിക്കണം. ഞാനൊരു കോൺഗ്രസ്സുകാരനാണേ. എവിടുന്ന് വിളിക്കുന്നേ? ഞാൻ ഇടുക്കിയിലാ വിളിക്കുന്നേ. പറഞ്ഞു. കുമിളിയിലാണ് എന്റെ വീട്. എന്റെ പേര് ലൂക്കോസ് പോൾ, ചിറത്തലയാട്ട്. എനിക്ക് ഓർമ്മ വെച്ചാൽ എനിക്കിപ്പോ 75 വയസ്സുണ്ടേ. എനിക്ക് ഓർമ്മ വെച്ചാൽ ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരിക്കുകയും കോൺഗ്രസ്സുകാരനായിരുന്നു. എന്റെ കാരണന്മാർ മുതൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് വെച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്, സമയം അനുവദിക്കുമെങ്കിൽ. പറഞ്ഞു. എന്റെ നമ്മളൊന്നും ഇല്ലായ്മയിൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ജവഹർലാൽ നെഹ്റു നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പഞ്ചവത്സര പദ്ധതിയിലൂടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ചു. ഇന്ദിരാഗാന്ധിയുടെ കാലം വന്നപ്പോൾ നമുക്ക് ഹരിത വിപ്ലവത്തിലൂടെ നമ്മുടെ രാജ്യത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചു. രാജീവ് ഗാന്ധിയുടെ കാലം വന്നപ്പോൾ കമ്പ്യൂട്ടർ യുഗത്തിലൂടെ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ചു. വെങ്കിട്ടരാമന്റെ കാലം വന്നപ്പോൾ കാട്ടുകരാറിലൂടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ചു. പിന്നെ മൻമോഹൻ സിംഗിന്റെ കാലം വന്നപ്പോൾ രാജ്യത്തെ തൊഴിൽ വേതനത്തിലൂടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ചു. ഈ പറയുന്ന മറ്റുള്ള ഏതെങ്കിലും ഒരു പാർട്ടികൾക്ക് രാജ്യത്തെ മുന്നോട്ട് നയിച്ച ഒരു കാര്യമെങ്കിലും പറയാൻ ഇവർക്ക് അവകാശമുണ്ടോ? ആ അവകാശമില്ലാത്തൊരു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനിങ്ങനെ ക്രൂശിക്കുന്നു? അവൻ നിരപരാധിയും പാവത്താനുമാണ്. അവനെ ഏതെങ്കിലും മാർഗത്തിൽ തിരിച്ച് പാർട്ടിയിൽ കൊണ്ടുവരണം വരെ ഉണ്ടെന്നില്ലെങ്കിൽ ഞങ്ങൾ ആരും കോൺഗ്രസിൽ നിന്ന് കൂട്ടിവെച്ചില്ല. ആ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം വിളിച്ചതാ. ഈ കേരളത്തിനെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ എന്താവും സംഭവിക്കുക? തോറ്റു പോകും, കോൺഗ്രസ് തോറ്റു പോകും. പുതിയ KPCC പ്രസിഡന്റിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അങ്ങേർക്ക് രാഷ്ട്രീയമായിട്ട് ഒരു കഴിവില്ലാത്ത വ്യക്തിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു കത്തോലിക്കനാണ് എങ്കിൽ പോലും അങ്ങേർക്ക് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഈ കുടുംബകാഴ്ചയെക്കുറിച്ച് ഒന്നും പറയാനോ ഒരു കാര്യവും നിയന്ത്രിക്കാനോ ഉള്ള കഴിവില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയത്ത് സാറിനായിരുന്നെങ്കിൽ ആ സാറ് ഇന്നിപ്പോൾ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അന്നേരം അതിന് ചുട്ട മറുപടി കൊടുക്കുമായിരുന്നു. മറ്റുള്ളവർക്ക് ഒരു പേടിയും ഭയവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങേരെ മാറ്റി സതീശൻ ഇങ്ങനെ ഇപ്പൊ പൊക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും കോൺഗ്രസ് വരണമെങ്കിൽ ഈ യുവാക്കളെ ഇറക്കി കളത്തിലിറക്കണം. അവരെ കൊണ്ട് ഇനി രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ഓക്കെ, താങ്ക് യു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.